ഹലോ ചെന്നിപ്പം മുട്ടിയേനെ. അതെ, ഞാൻ ഏത് സിനിമയിലെ പാട്ടാ പാടാൻ പോകുന്ന അറിയോ? സിനിമയിലെയാ? മിടുമിടുക്കി. ഓ മീനൂട്ടിയെ നോക്കിയതാണ് മിടുമിടുക്കി എന്നങ്ങ് ചേർന്ന് ചെരിഞ്ഞ് പറഞ്ഞത്. അല്ല, വേറെന്തോ ഉദ്ദേശമുണ്ട്. എന്നിട്ട് ഏത് പാട്ടാണ്? പൈനാപ്പിൾ പോലൊരു പെണ്ണെ. ഓ ഈ വാച്ച് സൂപ്പർ ആണല്ലോടാ. അപ്പൊ ഇപ്പൊ എത്ര മണിയായി? എല്ലാന്നും പറ്റത്തില്ല, ബാറ്റ്മാന്റെ മുഖം മാത്രമേ ഉള്ളൂ ഇതില്. ഇത് ലൈറ്റ് കത്തും. ലൈറ്റിങ് വാച്ച് അല്ല, അത് വേറൊരു സാധനം. അത് ഗോൾഡ് ആണല്ലോ. യെല്ലോ യെല്ലോ വാച്ച് തന്നെയാ. ആണോ? എന്നാ ലൈറ്റ് കത്തും. ലൈറ്റും കത്തും. ഇതിൽ അത്ര ലൈറ്റ് ഒന്നും അല്ല. പിന്നെ ഇത് കുറച്ച് കൂടുതൽ ലൈറ്റാ. കുറച്ച് കൂടുതൽ ലൈറ്റ് ആണോ? ഇവിടുത്തെ പോലെയൊന്നും അല്ല, കുറച്ച് കൂടുതൽ ലൈറ്റ് കത്തും. ഇപ്പൊ ഞെക്കിയ കത്തുവോ? അതെ, ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കൂ. കത്തുവോ? കാണിച്ചേ നോക്കട്ടെ. പിടിക്കാലോ. കേക്കോ? ഒച്ചയുണ്ടോ? അയ്യോ, പാട്ടും പാടും ലൈറ്റും. മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ. ലൈറ്റ് കത്തുന്നുണ്ട്. ഇങ്ങോട്ട് കാണിച്ച അടിപൊളി കേട്ടോ. കൊള്ളാലോ. അടിപൊളി. ഇനിയിപ്പോ പിള്ളേരൊക്കെ വാശി പിടിക്കൂല്ലോ, ഇതുപോലത്തെ വാച്ച് വേണം, ഇതുപോലത്തെ വാച്ച് വേണം. നമുക്ക് ഓരോന്നും കിട്ടിയ കൊള്ളാല്ലേ. അടുത്ത പ്രാവശ്യം വരുമ്പോ ഞങ്ങൾക്കും ഓരോ വാച്ച് ഇതുപോലെ കൊണ്ടു തരാമോ? ഓനെ ഒരെണ്ണം വാങ്ങിച്ച് ബിന്നിക്ക് കൊണ്ട് കൊടുക്കണേ. നമുക്കൊന്നും വേണ്ട. നമുക്ക് വേണ്ട, ബിന്നിക്ക് കുഞ്ഞല്ലേ. ശരി, എനിക്ക് വേണം. കുഞ്ഞിയല്ലേ? കുഞ്ഞി. അതെ, കുഞ്ഞി. അറിയൂല, എന്നെ അറിയില്ല. തരുമോന്ന്. അമ്മ വാങ്ങി തരുമോന്ന് അറിഞ്ഞൂടാ. കൺഫ്യൂഷൻ. ചെലപ്പോ അമ്മയോട് ആന്റി പറഞ്ഞു എന്ന് പറഞ്ഞു. ഒരു കാര്യം പറയാം, ഈ ആന്റി ഇപ്പൊ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഇത് ഊരി കൊടുത്തേക്കോ, ചെല്ല ഇപ്പൊ കരയും. ഞാൻ വരുമ്പോ വേറൊന്നും വാങ്ങി തരണോ? തരണം. അപ്പൊ അമ്മ സമ്മതിച്ചില്ലെങ്കിലോ? ചിലപ്പോ സമ്മതിക്കും. ചിലപ്പോ സമ്മതിക്കും. പിന്നെ ഈ വാച്ച് തന്നെ കൊടുക്കാൻ പോവാണോ? വാങ്ങിത്തരാം. അല്ല, ഈ വാച്ച് ഒന്ന് കൊടുത്തൂടെ? കാണിക്കുകയാണെങ്കിൽ കാണിക്കാം. വെറുതെ കാണാനാണെങ്കിൽ തരാം. അത് ശരി. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വേണ്ട. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ആ ഉടുപ്പ് മധുവിന് കൊടുത്തേര്. മധുവങ്ങൾ മധുവങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ അകത്തൊരെണ്ണം ഉണ്ടല്ലോ, ഒരു ബനിയൻ ഉണ്ടല്ലോ. വേണ്ട. ആണോ? വേണ്ട, വേണ്ട. വാച്ചും തരത്തില്ല, അതും തരത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എനിക്ക് ആ ഷൂസ് ഞാൻ തരും. ഷൂസ് സൈസ് ആയിരിക്കും. കൊച്ചെന്താ ഇങ്ങോട്ട് നോക്കാത്തെ? അതങ്ങനെയാ ബിനിയൻറ്റി. ഇന്ന് സൈലന്റ് ആണല്ലോ. എന്നെ വെച്ച് എന്തെങ്കിലും പറയാനുണ്ടോ കുഞ്ഞിന്? ഒന്നുമില്ല. എന്നാ പിന്നെ പാടാല്ലേ? അല്ല, ഒന്നും പറഞ്ഞില്ല. ഇത് മിടിമിടുക്കി എന്ന് പറഞ്ഞു, പൈനാപ്പിൾ പോലൊരു പെണ്ണെന്ന് പറഞ്ഞു. അത് ആരാ മ്യൂസിക്? ശ്രീകുമാരൻ തമ്പി സാർ. മ്യൂസിക് അല്ലേ? അപ്പൊ എഴുതിയതോ? ബാബുരാജ് സാർ. കൊള്ളാം. അവനെ തെറ്റുവരണ്ടല്ലോ, അവന്റെ വാച്ച് വേണം, ഷൂസ് വേണം. യേശുദാസ് അങ്കിൾ. അതൊക്കെ എഴുതിയത് ശ്രീകുമാരൻ തമ്പി സാർ. തെറ്റിപ്പോയി. നേരത്തെ പറഞ്ഞത് എഴുതിയത് ബാബുരാജ് സാർ. ഓക്കെ. ഇനി മ്യൂസിക് ഞാൻ തെറ്റിച്ചോ? ഞാൻ തെറ്റിച്ചോ? മ്യൂസിക് ആരാ? കൊച്ചൊന്ന് ഓർത്ത് വെക്കേ. മ്യൂസിക് ബാബുരാജ്. അപ്പൊ എഴുതിയതാ? എഴുതിയതും ബാബുരാജ്. ശ്രീകുമാരൻ തമ്പി സാർ. ഓലില്ല, ഓലുണ്ട്. ഇവിടെ ഇല്ലെന്ന്, ഇവിടെ ഉണ്ട് എന്നല്ലേ പറഞ്ഞത്. ഓലും കൂടെ പറയാനുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ആ പേരും കൂടി പറയാനുണ്ടെന്ന്. ഓക്കെ. ഓല് MG ഞങ്ങൾ പറഞ്ഞില്ലേ, മ്യൂസിക്കും എഴുതിയതും ബാബുരാജ് മാസ്റ്റർ ആണെന്നല്ലേ. അപ്പൊ പറഞ്ഞ അല്ല, ശ്രീകുമാരൻ തമ്പി സാർ ഓരും കൂടെ ഉണ്ട്. ഓരും കൂടി ഡീകോഡ് ചെയ്തെടുക്കണത്.